CPI സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ തുറന്നടിച്ച് മീനാങ്കൽ കുമാർ. പാർട്ടിക്ക് വേണ്ടി ബാല്യവും കൗമാരവും യുവത്വവും നൽകി. വേണ്ടി വന്നാൽ പലതും തുറന്നു പറയുമെന്നാണ് മീനാങ്കൽ കുമാറിന്റെ പ്രതികരണം. ഒഴിവാക്കിയതിനെ സംബന്ധിച്ചെല്ലാം ഒരു കൃത്യമായ മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി തന്നെ ഉണ്ടാകും എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് വെച്ച് നാട്ടിലെ പൊതുപ്രവർത്തനത്തിലോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ഒന്നും മാറി നിൽക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച്, എന്നെപ്പോലെ ഒരാളിനെ സംബന്ധിച്ച്. ഞാൻ ചെറിയ പ്രായത്തിൽ ഈ പാർട്ടിയുടെ ഭാഗമായതാണ്. ബാലവേദിയിലൂടെ, മീനാങ്കലിലെ ലെനിൻ ബാലവേദിയിലൂടെ പ്രവർത്തന രംഗത്തേക്ക് വന്ന ആളാണ്. 1984 പോളി സമരം, ശ്രീമാൻ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കലാലയങ്ങളിൽ നിന്ന് പ്രാദേശികമായി സ്കൂളുകളിലേക്ക് പടർന്ന സമരത്തിൽ പാർട്ടി ഏൽപ്പിക്കപ്പെട്ട ചുമതല മീനാങ്കൽ സ്കൂളിലെ സമരം നടത്താനാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും റോഡിലിറക്കി ആ സമരം നടത്തി. അന്നു മുതൽ രാഷ്ട്രീയ എതിരാളികളുടെ ഭീഷണി എനിക്കുണ്ട്. അങ്ങനെ ഭീഷണികളിലും തർക്കങ്ങളിലും വഴക്കുകളിലും സംഘർഷങ്ങളിലും പോലീസ് കേസുകളിലൂടെയും ക്രൂരമായ മർദ്ദനങ്ങളിലൂടെയും ജയിൽവാസങ്ങളിലൂടെയും ആണ് കഴിഞ്ഞ 35 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ നാളെ എനിക്കിതെല്ലാം അവസാനിപ്പിച്ച് പുറകോട്ട് പോകാൻ കഴിയില്ല. ഞാൻ തിരുവനന്തപുരത്തെ സമര മുന്നണിയിൽ വിദ്യാർത്ഥി യുവജന രംഗത്തായിരുന്നാലും തൊഴിലാളി രംഗത്തായിരുന്നാലും ശ്രീത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, മീനാങ്കൽ കുമാറിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. CPIയുടെ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയതയുടെ ഏതെങ്കിലും ചേരിയിൽ മീനാങ്കൽ കുമാർ ഉണ്ടോ? അതിലൊക്കെ ഉപരി വേണ്ടി വന്നാൽ പല കാര്യങ്ങൾ തുറന്നു പറയും എന്ന് പറയുന്നത് കുറച്ചുകൂടി ഗുരുതരമാണ്. ശ്രീത്ത്, ഹാഷ്മി, CPIയുടെ സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധം ഉള്ള ഒരു പരസ്യമായ വെടിപൊട്ടിക്കലാണ് സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ഉയരുന്നത്. തിരുവനന്തപുരത്തു നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗമായ മീനാങ്കൽ കുമാറാണ് നേതൃത്വത്തെ ചോദ്യം ചെയ്ത് പരസ്യമായി ഇപ്പോൾ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. മീനാങ്കൽ കുമാറിനെ നിലവിൽ സംസ്ഥാന കൗൺസിൽ അംഗവും AITUCയുടെ നേതാക്കൾ ഒരാളുമായ മീനാങ്കൽ കുമാറിനെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രതിനിധിയായിരുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കിയായിരുന്നു. ഇതിന്റെ കാരണം എന്താണ് എന്ന് ഔദ്യോഗിക നേതൃത്വം വിശദീകരിക്കുന്നില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവും വിമതസ്വരവും ഉയർത്തിയ നേതാവാണ് മീനാങ്കൽ കുമാർ. അക്കാരണങ്ങൾ കൊണ്ടാണ് മീനാങ്കൽ കുമാറിനെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത്. തിരുവനന്തപുരത്ത് AIYF-ന്റെയും ASF-ന്റെയും നേതാവായിരുന്നു. നേരത്തെ അദ്ദേഹം പ്രതികരണത്തിൽ സൂചിപ്പിച്ച പോലെ നിരവധി തവണ മർദ്ദനമേൽക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ്. ട്രേഡ് യൂണിയൻ രംഗത്താണ് ഇപ്പോൾ പ്രവർത്തന മേഖല. അങ്ങനെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവ നേതാവിനെയാണ് ഇപ്പോൾ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നേതൃത്വം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. എങ്കിൽ പോലും ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമത നീക്കങ്ങളുടെ ഭാഗമായി എതിർസ്വരങ്ങളുടെ വിമർശനങ്ങളുടെയും ഭാഗമായിട്ടാണ് മീനാങ്കൽ കുമാറിനെ ഒഴിവാക്കിയത്. ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് മീനാങ്കൽ കുമാറും മറ്റ് അദ്ദേഹത്തിനൊപ്പമുള്ളവരും ഒക്കെ ഉയർത്തിയത്. ഇതിലുള്ള നേതൃത്വത്തിന്റെ അപ്രീതിയാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാന കൗൺസിലിൽ നിന്നുള്ള പുറത്താകലിൽ കലാശിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീത്തം, CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ പട്ടിക 24 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കൊല്ലത്ത് നിന്ന് 3, പാലക്കാട് നിന്ന് 2 പേരെ പുതിയതായി കൗൺസിലെത്തി. നല്ല കാര്യം. ശ്രീത്ത, ഈ ചാത്തന്നൂർ MLA GS ജയലാലിനെ ഇത്തവണയും തടഞ്ഞത് വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ മനസ്സിലാക്കാം. KK ശിവരാമൻ, ASF-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരൻ സ്ഥാനത്തിന്റെ വളരെ അടുപ്പക്കാരനാണെന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അവരെയൊക്കെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ മീനാങ്കൽ കുമാറിന്റെ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒതുക്ക്, ഒരു വെട്ടിനിരത്തൽ CPIയിൽ ഉണ്ടായിട്ടുണ്ട് ശ്രീത്ത്, അല്ലേ? തീർച്ചയായും ഒരു വെട്ടിനിരത്തൽ സംസ്ഥാന നേതൃത്വത്തിന് അനുകൂലമായ തരത്തിൽ അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഒരു വെട്ടിനിരത്തുന്ന ഒരു സമീപനം എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. CPIയുടെ തെരഞ്ഞെടുപ്പ് രീതി CPM-ൻ്റേത് കൂടിയല്ല. ജില്ലകളിൽ നിന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന കൗൺസിലിലേക്ക് നിർദ്ദേശിച്ച് വരേണ്ടത്. ജില്ലകളിൽ നിർദ്ദേശിക്കുന്ന പേരുകൾ ഉൾപ്പെടുത്തി സംസ്ഥാന കൗൺസിൽ ആകെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ് CPIയുടെ രീതി. അങ്ങനെ ജില്ലാ കോട്ടയിൽ നിന്നാണ് ഈ പലരെയും വെട്ടിനിരത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മീനാങ്കൽ കുമാറിനൊപ്പം പ്രധാനപ്പെട്ട സംസ്ഥാന കൗൺസിൽ അംഗമായ സോളമൻ വെട്ടുകാടിനെ ഒഴിവാക്കി. കൊല്ലത്ത് നിന്ന് നേരത്തെ നടപടി നേരിട്ട് താഴെ പോയ ആളാണ് GS ജയലാൽ MLA. ചാത്തന്നൂർ MLA GS ജയലാലിനെ ഇത്തവണയും ഉൾപ്പെടുത്തിയില്ല. പകരം അവിടെ നിന്നുള്ള മറ്റു നേതാക്കളെ ഉൾപ്പെടുത്തി. കൊല്ലത്ത് നിന്നുള്ള മേയറായ ഹണി ബെഞ്ചമിനെ കാൻഡിഡേറ്റ് അംഗമായി നിലനിർത്തി. അവർക്ക് കാൻഡിഡേറ്റ് അംഗത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ മുൻ MLA ആയ ബാബു പോളിനെ ഒഴിവാക്കി. അദ്ദേഹം സ്വയം ഒഴിവായതാണ് എന്നാണ് വിശദീകരണം. ഇടുക്കിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെട്ടിനിരത്തൽ നടന്നിരിക്കുന്നത്. KK ശിവരാമനെ, മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമനെ സംസ്ഥാന
സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പ്രായപരിധിയുടെ കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അദ്ദേഹത്തിന് 75 വയസ്സായിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. ഓക്കെ, ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പൊതുചർച്ചയിൽ വെള്ളാപ്പള്ളിക്കെതിരെ വിമർശനമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മത്സരിച്ച് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നതിൽ സമ്മേളനത്തിൽ കടുത്ത എതിർപ്പുണ്ട്. നിരന്തരം വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി സർക്കാർ മുന്നിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.